കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇടഞ്ഞ് ലാലി ജെയിംസ്. രാവിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിനുള്ള വിപ്പ് ലാലി ജെയിംസ് കൈപ്പറ്റിയില്ല. മറ്റ് കൗൺസിലർമാർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി DCCയിൽ നിന്ന് വിപ്പ് കൈപ്പറ്റി. മുൻപരിചയമില്ലാത്ത ഡോക്ടർ നിജി ജസ്റ്റിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് ഈ പ്രതിഷേധം. ആദ്യഘട്ടത്തിൽ മേയർ സ്ഥാനത്തേക്ക് തന്റെ പേര് ഉയർന്നെങ്കിലും അവസാനത്തെ 3 ദിവസം കൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയില്ലെന്നാണ് ലാലി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം മേയർ തർക്കത്തിൽ കോഴ ആരോപണമാണ് ലാലി ജെയിംസ് ഉന്നയിച്ചത്. മേയറാക്കാൻ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പണം ചോദിച്ചുവെന്നും പാർട്ടിക്ക് വേണ്ടിയാണ് DCC പ്രസിഡന്റ് പണം ചോദിച്ചതെന്നും വ്യക്തിപരമായി അല്ലെന്നും ലാലി പറയുന്നുണ്ട്. തന്റെ കയ്യിൽ പണമില്ല എന്ന് താൻ പറഞ്ഞെന്നും നിയുക്ത മേയർ നിജി ജസ്റ്റിനും കുടുംബവും പെട്ടിയുമായി മേയറാകാൻ നടക്കുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടെന്നും പൈസയാണോ മേയർ സ്ഥാനത്തിന് മാനദണ്ഡമായത് എന്ന് സംശയമുണ്ടെന്നുമാണ് ലാലി ജെയിംസ് പറയുന്നത്. അതേസമയം 4 പ്രാവശ്യം ആർക്കാണ് ലാലി പെട്ടിക്കൊടുത്തതെന്ന് വ്യക്തമാക്കട്ടെ എന്നാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറയുന്നത്. പാർട്ടി തീരുമാനമാണ് മേയർ ആരാണെന്ന് തീരുമാനിച്ചതെന്നും ലാലിയുടെ പ്രതികരണം പാർട്ടി പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്നുമാണ് ജോസഫ് പറയുന്നത്. എന്നാൽ കോഴ ആരോപണത്തിൽ മറുപടി പറയാനില്ലെന്നാണ് നിയുക്ത മേയർ നിജി പ്രതികരിച്ചത്. ലാലിയോടൊന്നും പറയാനില്ലെന്നും പാർട്ടി പറഞ്ഞോളുമെന്നും തൃശൂർ ടൗണിൽ മാത്രം ഒതുക്കി നിന്ന ആളല്ല താനെന്നും വിവാദങ്ങളിൽ പതറിപ്പോകില്ലെന്നും നിജി പറയുന്നുണ്ട്. മേയർ പദവി എനിക്ക് അർഹതപ്പെട്ടതാണെന്ന് എനിക്കും ജനങ്ങൾക്കും അറിയാമെന്നും തൃശൂർ നഗരത്തിൽ മേയർ ആരാക്കണമെന്ന് ഒരു സർവേ നടത്തിയാൽ ഞാൻ തന്നെയാകും മുന്നിലെന്നാണ് ലാലി പറയുന്നത്. മേയർ പദവി തീരുമാനിക്കുന്നതിൽ കേരള ഇടപെടലുണ്ടായെന്ന് പറയുന്നുവെന്നും ദീപാദാസ് മുൻഷിക്കോ KC വേണുഗോപാലിനോ ഇവിടുത്തെ വാർഡുകളെ കുറിച്ചോ പ്രയത്നിച്ചവരെ കുറിച്ചോ കഷ്ടപ്പെട്ടവരെ കുറിച്ചോ അറിയാതെ പോകുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണെന്നുമാണ് ലാലി പറയുന്നത്. മേയർ പദവിയിൽ ടേം വ്യവസ്ഥ അംഗീകരിക്കുന്നില്ല. 5 വർഷവും ഒരാൾ തന്നെ ഭരിക്കണം. മേയറായി അഡ്വക്കേറ്റ് സുബി ബാബു വരട്ടെയെന്നും ഇനി മേയറാകാനോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആകാനോ മറ്റേതെങ്കിലും പദവിയിലേക്കോ ഞാനില്ലെന്നും പാർട്ടിയിൽ നിന്ന് രാജിവെക്കാതെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുമെന്നുമാണ് ലാലി പറയുന്നത്. അതിനിടെ മുതിർന്ന നേതാവ് തേറമ്പിൽ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ലാലിയെ അനുനയിപ്പിക്കാൻ നീക്കം നടക്കുന്നുമുണ്ട്. തർക്കങ്ങൾക്കൊടുവിൽ തൃശൂർ കോർപ്പറേഷനിൽ ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറായും പ്രസാദിനെ ഡെപ്യൂട്ടി മേയറായും UDF പ്രഖ്യാപിച്ചിരുന്നു. 33 അംഗങ്ങളുള്ള കോൺഗ്രസിന് 56 അംഗ കോർപ്പറേഷനിൽ ലഭിച്ചത് വലിയ ഭൂരിപക്ഷമാണ്. അതേസമയം മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് പ്രതിപക്ഷമായ LDFന്റെയും NDAയുടെയും തീരുമാനം. കോർപ്പറേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് ഇന്ന് രാവിലെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് ഇരു മുന്നണികളും അറിയിച്ചു.